ഞാൻ ഡോക്ടർ MP മണി. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രാത്രി ഉറക്കത്തിനിടയ്ക്ക് ചില മരണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. രാത്രി ആഹാരം കഴിച്ച് ഉറങ്ങാൻ കിടന്നവർ രാവിലെ വിളിച്ചാൽ എഴുന്നേൽക്കില്ല. അപ്പോഴാണ് പലപ്പോഴും മരിച്ചു നമ്മൾ അറിയുന്നത്. ഇങ്ങനെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഇത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ വിട്ടുകളയാറേ പതിവ്, അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടായി, ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളാരും കാര്യമായിട്ട് ചർച്ചകൾ നടത്താറില്ല. ഇത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതും ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്തുകയും കൂടി ചെയ്യേണ്ട പരിപാടിയാണ്. ഈ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഒരു കാര്യം, ഉറക്കത്തിനിടയ്ക്ക് മരണം സംഭവിക്കാതിരിക്കാൻ, അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എയർ കണ്ടീഷൻഡ് മുറികളിൽ കിടന്നുറങ്ങുന്നവരാണ്. ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പണ്ട് കുട്ടിക്കാലത്തൊക്കെ പഠിച്ചൊരു കഥയുണ്ട്. ഈ വേനൽക്കാലത്ത് മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും, മഴക്കാലത്ത് കൂടുതലായിരിക്കും. കാരണം മഴക്കാലത്ത് നമ്മൾ വേർക്കത്തില്ല. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ രാത്രി പ്രത്യേകിച്ച് ശീതീകരിച്ച മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ മുറിയിലെ താപനില തീരെ കുറവായിരിക്കും. അത് നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ സ്വാധീനിക്കും. താപനില കുറയും. ഈ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ മൂത്രമൊഴിക്കും. മഴക്കാലത്ത് നമ്മൾ കൂടുതൽ മൂത്രമൊഴിക്കുന്നതാണ് താപനില കുറഞ്ഞുകൊണ്ടാണ്. ഇവിടെ അത് തന്നെ സംഭവിക്കുന്നത്. ഇവരൊക്കെ രാത്രിയിൽ കൂടുതൽ മൂത്രമൊഴിക്കും. ഈ മൂത്രമൊഴിക്കുമ്പോൾ അവിടെ ഈ ശരീരത്തിലെ രസതന്ത്രത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാന വ്യത്യാസം, ശരീരത്തിലെ ജലാംശത്തിൽ കുറവ് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ജലാംശത്തിൻ്റെ ലെവൽ ഉണ്ടാവില്ല. അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ പ്രാവശ്യം മൂത്രമൊഴിക്കുമ്പോഴും ഓരോ ഗ്ലാസ് ചൂടുവെള്ളം നല്ലത്, ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും വിട്ടുപോകും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പണ്ട് വിദേശത്ത് നടന്ന ഒരു പഠനത്തിൽ പറയുന്നത്, 8 ഗ്ലാസ് അതിൽ കൂടുതൽ വെള്ളം ഒരു ദിവസം കുടിക്കുന്നവരിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്നത്, ജലാംശം കുറയുമ്പോൾ, ശരീരത്തിന് ജലാംശം കുറയുമ്പോൾ രക്തത്തിൻ്റെ കട്ടി കൂടുന്നതാണ്. ഈ രക്തത്തിൻ്റെ കട്ടി കൂടുമ്പോൾ ചിലപ്പോൾ രക്തക്കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ രക്തക്കട്ട ഉണ്ടാകുകയും അത് രക്തസഞ്ചാരത്തിലൂടെ നടന്ന് ഹൃദയ ധമനികളിൽ എത്തി രക്തം ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന മരണം സംഭവിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാവുന്നതുള്ളൊരു അല്പം ശ്രദ്ധിക്കണം. ഈ വെള്ളം കുടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഈ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ അതിനൊരു ഔഷധ മൂല്യമുണ്ട്. കാരണം ഈ ഇഞ്ചി നമ്മുടെ സസ്യ ഔഷധങ്ങളിൽ ശരീരത്തിലെ നീർക്കെട്ട് കുറയാൻ ഏറ്റവും ഫലപ്രദമായി പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ടതും മനസ്സിലാക്കാൻ കഴിഞ്ഞതുമായൊരു സസ്യ ഔഷധമാണ് ഇഞ്ചി. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ ഈ ഹൃദയാഘാതം ഉണ്ടാകാനും പെട്ടെന്ന് മരണം ഉണ്ടാകാനുമുള്ള സാധ്യത ഒന്ന് വേറെ. അത് ഈ 2 ഗ്ലാസ്സിൽ കുറവ് വെള്ളം കുടിക്കുന്നവരിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്, ഈ രക്തം കട്ടി കൂടാനുള്ള സാധ്യത. പിന്നൊന്ന് പറയുന്നത്, ഈ ശരീരത്തിന് ജലാംശം കുറയുമ്പോൾ ഈ സാധ്യതയ്ക്ക് പുറമെ ഈ ഓർമ്മക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വരാം, മൈഗ്രെയിൻ, തലവേദന വരാം. അതുപോലെ തന്നെ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും. നമുക്ക് പല കാര്യങ്ങളിൽ ഈ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. ഇതിനേക്കാൾ ഉപരി വളരെ ഗൗരവത്തോട് കാണേണ്ടത്, ഈ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ നില ഉയരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതാണ് ഗൗട്ട് എന്ന് പറയുന്ന, ഗൗട്ടി ആർത്തറൈറ്റിസ് എന്ന് പറയുന്ന സന്ധിവാത രോഗത്തിന് കാരണമാകുന്നത്. അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ വൃക്കകളുടെ നാശമായിരിക്കും ഫലം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, പ്രധാനമായിട്ട് ദിവസം 8 ഗ്ലാസ്സിൽ കുറയാതെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് ചൂടുള്ള വെള്ളമാണെങ്കിൽ നല്ലതാണ്. ഇഞ്ചി ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ അതിന് ഔഷധ മൂല്യം കൂടെ കുറച്ചുകൂടെ നല്ലതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, രാത്രി നമ്മൾ ഉണരുന്ന ഓരോ പ്രാവശ്യവും 1 ഗ്ലാസ് വെള്ളം ചൂടോടെ കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ, ഈ ഉറക്കത്തിൽ മരണം സംഭവിച്ചു എന്നുള്ള ഒരുപാട് വാർത്തകൾ, രാത്രി ഹൃദയാഘാതം സംഭവിച്ചു എന്നുള്ള വാർത്തകൾ, ഇത്തരം വാർത്തകൾ ഒരുപാട് ഒഴിവാക്കാൻ കഴിയും.